റിയാസ് മൗലവി കൊലക്കേസിൽ പ്രതികളെ വെറുതെ വിട്ട വിചാരണ കോടതി വിധിക്കെതിരെ സർക്കാർ അപ്പീൽ നൽകും. തുടർ നിയമ നടപടികൾക്ക് അഡ്വക്കേറ്റ് ജനറലിനെ ചുമതലപ്പെടുത്തി. ലഭ്യമായ തെളിവുകൾ പരിഗണിക്കാത്ത വിധിയാണെന്ന് വിമർശിച്ച് പ്രോസിക്യൂട്ടർ ഷാജിദ് രംഗത്തെത്തി. റിയാസ് മൗലവി കൊലക്കേസിൽ RSകാരായ 3 പ്രതികളെ വെറുതെ വിട്ട കാസർഗോഡ് പ്രിൻസിപ്പൽ സെഷൻ കോടതി വിധിക്കെതിരെ വേഗത്തിൽ അപ്പീൽ നൽകാനാണ് സർക്കാർ തീരുമാനം. തുടർ നടപടികൾക്ക് അഡ്വക്കേറ്റ് ജനറലിനെ സർക്കാർ ചുമതലപ്പെടുത്തി. ഇന്നലത്തെ വിധി സർക്കാരിന് വലിയ തിരിച്ചടിയ സാഹചര്യത്തിലാണ് അപ്പീലിനുള്ള നടപടി വേഗത്തിലാക്കുന്നത്. ഇതിനിടെ പ്രതിയുടെ മുണ്ടിലെ രക്തക്കറ റിയാസ് മൗലവിയുടേതാണെന്ന DNA പരിശോധനാ ഫലം ഉൾപ്പെടെ തള്ളിക്കളഞ്ഞ ജഡ്ജിയുടെ നടപടിയെ പ്രോസിക്യൂട്ടർ രൂക്ഷമായി വിമർശിച്ചു. ഡിഫൻസിന് അങ്ങനെ ഒരു കേസില്ല, അത് ഒന്നാം പ്രതിയുടേതല്ല എന്ന്. ഒന്നാം പ്രതി പറയുന്നില്ല ഈ ഷർട്ടും ഈ മുണ്ടും എന്റേതല്ല എന്ന്. എന്നാൽ കോടതി പറഞ്ഞിരിക്കുന്നത് അത് ഒന്നാം പ്രതിയുടേതാണ് ഡ്രസ്സ് എന്ന് തെളിയിക്കാൻ ഒന്നാം പ്രതിയുടെ DNA എടുക്കണമായിരുന്നു. RSS പ്രവർത്തകരായ പ്രതികൾ തങ്ങളുടെ മുസ്ലിം വിരോധം കാരണം റിയാസ് മൗലവിയെ കൊലപ്പെടുത്തിയെന്നാണ് കുറ്റപത്രത്തിലെ ആരോപണം. എന്നാൽ ഇത് തെളിയിക്കാൻ ആവശ്യമായ വസ്തുതകൾ ഹാജരാക്കുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടെന്നാണ് വിധിന്യായത്തിൽ പറയുന്നത്. പ്രതികളുടെ RSS ബന്ധം, ഈ കേസിലെ ഗൂഢാലോചന തുടങ്ങിയ കാര്യങ്ങളിൽ കൃത്യമായ അന്വേഷണം നടത്തണമെന്ന് നിരന്തരമായ ആവശ്യം ഉന്നയിക്കപ്പെട്ടിട്ടും കേസിൽ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന് പോലീസ് തയ്യാറായില്ല. 2017 മാർച്ച് 20 പുലർച്ചെയാണ് കാസർഗോഡ് പഴയ ചൂരി പള്ളിയിൽ ഉറങ്ങുകയായിരുന്ന മുഹമ്മദ് റിയാസ് മൗലവി അക്രമികളുടെ കുത്തേറ്റ് കൊല്ലപ്പെടുന്നത്. മുഹമ്മദ് അസ്ലം, മീഡിയ 1, കോഴിക്കോട്.